ഇന്ന് നമ്മൾ കാണുന്ന ആക്ടേഴ്സും ക്രിക്കറ്റേഴ്സും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരുമൊക്കെ ഈ നിലയിലെത്തിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന കഥകളിലെല്ലാം അവരെ എല്ലാവരും നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ചുറ്റുമുള്ളവരിൽ നിന്നും മാത്രമല്ല, സ്വന്തം മാതാപിതാക്കളിൽ നിന്നും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നിനക്കൊന്നും ആയിത്തീരാൻ കഴിയില്ല, നീ മുന്നിലെത്തില്ല, നിനക്കിതിനൊന്നും കഴിയില്ല എന്നൊക്കെയായിരുന്നു എല്ലാവരും പറഞ്ഞത്. എന്നാൽ എല്ലാ മനസ്സുകളും ഇത് പറഞ്ഞപ്പോൾ ഒരാൾ മാത്രം ആ വസ്തുതയെ സ്വീകരിച്ചില്ല. ആ മനസ്സ് സ്ഥിരമായി എന്തായിരിക്കും പറഞ്ഞുകൊണ്ടിരുന്നത്? എന്തായിരിക്കും പറയുന്നത്? ഓക്കെ, സയൻസിൽ നിയമങ്ങളുള്ളതുപോലെ ആധ്യാത്മികതയിലും നിയമങ്ങളുണ്ട്. നമ്മൾ എന്താണോ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കൂ. നമ്മുടെ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഇത് നല്ല കാര്യങ്ങൾക്കും വേണ്ടി ചെയ്തിട്ടുണ്ട്, മോശമായ കാര്യങ്ങളും ഇതിലൂടെ സംഭവിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, നമ്മൾ മുന്നിൽ കാണുന്നത് ശരിയല്ലെങ്കിൽ അതിനെ നമ്മുടെ ചിന്തയാക്കി മാറ്റരുത്. മറിച്ച് എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതേക്കുറിച്ച് ചിന്തിക്കണം. ലോ എന്താണോ സങ്കല്പിക്കുന്നത് ആ എനർജി പുറത്തേക്ക് പോകുന്നു, അത് യാഥാർത്ഥ്യമാകുന്നു. ഈ ഒരു നിയമം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ വളരെ വലിയ കാര്യങ്ങൾ വരെ സിമ്പിളായി ചെയ്യാൻ സാധിക്കും. ഇമ്പോസിബിളായ കാര്യങ്ങൾ പോലും പോസിബിളാക്കി മാറ്റാം. ചില ആളുകളോട് ഡോക്ടർമാർ അവരുടെ ശരീരം ഇനി പഴയതുപോലെ ആവില്ല, രോഗങ്ങൾ മാറില്ല എന്ന് തുറന്നു പറയാറുണ്ട്. സയൻസിൻ്റെ കാഴ്ചപ്പാടിലൂടെയും മെഡിക്കൽ സയൻസിൻ്റെ രീതിയിലൂടെയും നോക്കുമ്പോൾ അത് സത്യം തന്നെയാണ്. പക്ഷേ ശരീരത്തിൽ മരുന്നുകളോ ചികിത്സകളോ മാത്രമല്ല ഫലിക്കുന്നത്. നമ്മുടെ ഓരോ ചിന്തയും ശരീരത്തെ ബാധിക്കുന്നുണ്ട്. ഓരോരോ ചിന്തയും. ചിലരെക്കുറിച്ച് ഡോക്ടേഴ്സ് പറയും ഇവർക്കത്ര കാര്യമായ അസുഖങ്ങളൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ മാറുന്നു. വളരെ എളുപ്പമായിരിക്കും, പക്ഷേ അവരുടെ മനസ്സിത് സ്വീകരിച്ചിട്ടുണ്ടാവില്ല. അതേസമയം ഇനി ഒരു മാർഗവുമില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ചിലരാകട്ടെ അത്ഭുതകരമായി രക്ഷപ്പെടുന്നതും കാണാം. എനിക്ക് ഈ അസുഖത്തിൽ നിന്നും സുഖം പ്രാപിക്കണം. ഇങ്ങനെയുള്ള ധാരാളം ആളുകളെ കണ്ടിട്ടില്ലേ? ഈ ശക്തി കുറച്ചാളുകളിൽ മാത്രമുള്ളതാണോ? ഈ ശക്തി കുറച്ചാളുകളിൽ മാത്രമുള്ളതാണോ? അവരുടെ മനസ്സ് വ്യത്യസ്തമാണോ? അല്ല. ഈ ശക്തി ആരുടെ പക്കലാണുള്ളത്? ആരിലെല്ലാമാണ് ഈ ശക്തിയുള്ളത്? ഈ ശക്തി എല്ലാവരുടെ പക്കലുമുണ്ട്. നമ്മൾ എപ്പോഴാണോ നമ്മുടെ ചിന്തകളെ പരിവർത്തനപ്പെടുത്തുന്നത്, ആ ചിന്തകളെ റിപ്പീറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഇമ്പോസിബിളായ കാര്യങ്ങൾ പോലും പോസിബിളായി മാറുന്നു. ഇതിനെ മിറക്കിൾ എന്ന് പറയുന്നു. ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ട് ഇതൊന്നും സാധിക്കുന്നില്ല? മറ്റുള്ളവർ വളരെ ദൃഢതയോടെ ആ സങ്കല്പത്തെ സ്വീകരിക്കുന്നില്ല. ഒരാൾ എപ്പോഴും ഇങ്ങനെ, എനിക്ക് അസുഖം വന്നാലോ, അസുഖങ്ങൾ എന്തെങ്കിലും എന്നെ തേടി വരുമോ, ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങളുണ്ട്, എനിക്കൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. അവരിൽ അസുഖം വരാനുള്ള ചാൻസ് വളരെയധികമാണ്. ഇനി എന്തെങ്കിലും അസുഖം വന്നാൽ എനിക്ക് വയ്യ, സുഖമില്ല, നല്ല വേദനയുണ്ട്, എത്ര ശ്രമിച്ചിട്ടും മാറുന്നില്ലല്ലോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ എന്താണോ നമ്മൾ സങ്കല്പിക്കുന്നത് അത് യാഥാർത്ഥ്യമായി തീരും. എന്താണോ ചിന്തിക്കുന്നത് അത് നടക്കുക തന്നെ ചെയ്യും. ഇത് മനസ്സിൽ ഉറപ്പിക്കണം. മാത്രമല്ല അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് നിങ്ങളിതിനെ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കണം. സ്വയം മനസ്സിലാക്കണം. ഒരു പ്രാവശ്യം മാത്രം ചിന്തിച്ചാൽ അതിന് റിസൾട്ടൊന്നും ഉണ്ടാവില്ല. ചില കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റീവായി ചിന്തിക്കാറുണ്ട്. നിങ്ങളുടെ കുട്ടി നന്നായി പഠിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ ഇത് തന്നെയല്ലേ ചിന്തിക്കുക? ഇവൻ പഠിക്കുന്നില്ല, കുട്ടി പഠിക്കാൻ മോശമാണ്. ഇതേ കാര്യം വീണ്ടും വീണ്ടും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവൻ തീരെ പഠിക്കുന്നില്ല. പിന്നീട് നമ്മൾ പരസ്പരം ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ചർച്ച ചെയ്യാനും തുടങ്ങുന്നു. പഠിക്കുന്നില്ല. പരസ്പരം മാത്രമല്ല, വീട്ടിലുള്ളവരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സങ്കല്പത്തെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോ എന്താണ്? നിങ്ങൾ എന്താണോ സങ്കല്പിക്കുന്നത് അത് യാഥാർത്ഥ്യമായി മാറും. പഠിക്കുന്നില്ല എന്ന് മനസ്സിൽ പറയുകയും പഠിക്കൂ എന്ന് കുട്ടിയെ കാണുമ്പോഴേക്ക് പറയുകയും ചെയ്യുന്നു. നമ്മൾ മനസ്സിൽ എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നത്? പഠിക്കുന്നില്ല. അത് യാഥാർത്ഥ്യമാകുന്നു. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? പറയൂ. കുട്ടി പഠിക്കുന്നില്ലെങ്കിൽ എന്ത് സങ്കല്പം ക്രിയേറ്റ് ചെയ്യും?
പഠിക്കുന്നില്ല എന്നാണോ? നോ. ഇന്നു തൊട്ട് നമ്മൾ അതിനെ മാറ്റുന്നു. കാരണം നമുക്കിപ്പോൾ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിനുള്ള വഴി എന്തെന്ന് മനസ്സിലായി കഴിഞ്ഞു. യാഥാർത്ഥ്യമാകുന്നു. ഇതൊരു ലോ ആണ്. നിയമമെന്നാൽ എല്ലായ്പ്പോഴും എല്ലാവരുടെ കാര്യത്തിലും ഒരുപോലെ തന്നെ. കുറച്ചുപേരിൽ മാത്രം അങ്ങനെയല്ല. ഇത് എല്ലാവരുടെ കാര്യത്തിലും ഒരുപോലെ തന്നെയാണ്, എല്ലായ്പ്പോഴും ഒരുപോലെ തന്നെയാണ്. കാരണം ഇതൊരു നിയമമാണ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യം, യാഥാർത്ഥ്യമാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നിങ്ങളുടെ ആരോഗ്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? നിങ്ങളുടെ ബന്ധങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? ഏറ്റവും പ്രധാനം, നിങ്ങളുടെ ഉള്ളിലെ ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്കാരം അല്ലെങ്കിൽ ശീലത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് മാനിഫെസ്റ്റ് ചെയ്യാം. മെഡിക്കൽ സയൻസ് ഇതേക്കുറിച്ച് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിക്കഴിഞ്ഞു. എന്നാൽ ലോകം ഇതിനെയൊക്കെ അത്ഭുതം എന്നാണ് പറയുന്നത്. അത്ഭുതം സംഭവിച്ചു, മിറക്കിൾ ഉണ്ടായി. ഇത് വളരെ കുറച്ചുപേരുടെ ജീവിതത്തിൽ മാത്രം വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യമാണല്ലോ എന്നായിരിക്കും നമുക്ക് തോന്നുക. യഥാർത്ഥത്തിൽ മിറക്കിളല്ല, മനസ്സിന്റെ ശക്തിയാണ്. ഈ ശക്തി എപ്പോഴെങ്കിലും മാത്രമല്ല, സ്ഥിരമായി നിലനിൽക്കുന്നുണ്ട് എല്ലാവരിലും എപ്പോഴും. പക്ഷേ ഇതുപയോഗിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ നിങ്ങൾ റെഡിയല്ലേ? ജീവിതത്തിൽ ധാരാളം അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരുപാട് പേരെ ചുറ്റും നോക്കിയാൽ കാണാൻ കഴിയും. കാരണം അവർ ഒരു വിധത്തിലുള്ള പ്രവചനങ്ങളെയും വിശ്വസിക്കാതെയാണ് മുന്നോട്ടു പോയത്. ആളുകൾ ജാതകം നോക്കുന്നത് കണ്ടിട്ടില്ലേ? ചിലരുടേത് മാച്ച് ആവില്ല. ജ്യോത്സ്യം പറയും ഒട്ടും ചേരില്ല, ഇവരുടെ വിവാഹം നടത്താൻ പറ്റില്ല. അത് കേട്ട് മറ്റുള്ളവർ പറയും വിവാഹം വേണ്ടെന്ന്. എന്നാൽ ആ രണ്ട് വ്യക്തികൾ വിവാഹം കഴിക്കുക തന്നെ ചെയ്യുമെന്ന് പറയും. ആളുകളെല്ലാവരും പറയും നോക്കൂ, നിങ്ങളുടെ ജാതകത്തിൽ തന്നെ ചേരുന്നില്ലെന്ന് എഴുതിയിട്ടുണ്ട്, സെപ്പറേറ്റ് ആവും. എന്നാൽ അവർ പറയും ഞങ്ങൾ ജീവിച്ചു കാണിച്ചു തരാം, ഞങ്ങൾ നന്നായി ജീവിക്കും. അവർ ജീവിക്കുന്നത് നമുക്ക് കാണിച്ചും തരും. എന്നാൽ ചില ജാതകങ്ങൾ നന്നായി ചേരുന്നുണ്ടാകാം. ജാതകങ്ങൾ മാച്ചായിട്ട് പോലും ഇന്ന് എത്ര ബന്ധങ്ങൾക്ക് മുന്നോട്ടു പോകാൻ കഴിയുന്നുണ്ട്. കാരണം ഇതൊരു സയൻസാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാണ് നടക്കേണ്ടത്. ആദ്യം തന്നെ ജാതകങ്ങൾ മാച്ചാകുന്നതുകൊണ്ട് ബന്ധങ്ങൾ ശരിയാകില്ല. ചിന്താഗതികൾ പരസ്പരം മാച്ച് ചെയ്തു കൊണ്ടുപോയാൽ മാത്രമേ ഒന്നിച്ചു പോകാൻ കഴിയുള്ളൂ. നോക്കൂ, വീടിന്റെ വാസ്തു ശരിയല്ല, ഇവിടെ താമസിച്ചാൽ എപ്പോഴും വഴക്കുണ്ടാകും എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ വീട് മാറാം. ധാരാളം പണമുണ്ടെങ്കിൽ വീട് തന്നെ മാറാം. എന്നാൽ ആരുടെ കയ്യിലാണോ പുതിയ വീട് വാങ്ങാൻ പണമില്ലാത്തത്, വീട് മാറാൻ പറ്റില്ല. പക്ഷെ മനസ്ഥിതി മാറ്റാൻ കഴിയും. ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ താമസിക്കും, പക്ഷെ ഞങ്ങൾ വഴക്കുകൂടാതെ ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും, ശ്രദ്ധിക്കും. ഇതൊക്കെ ഒരു സയൻസാണ്. വാസ്തു സയൻസാണ്, ജ്യോതിഷം സയൻസാണ്, മെഡിസിൻ സയൻസാണ്, എല്ലാം സയൻസാണ്. എന്നാൽ ഈ സയൻസിന്റെ മുകളിൽ ഒരു ശക്തിയുണ്ട്. അതാണ് മനസ്സിന്റെ ശക്തി. മനസ്സിന്റെ ശക്തിയും പരമാത്മാവിന്റെ ശക്തികളെ കൂടി ഒന്നിച്ചു ചേർക്കുമ്പോൾ ഇംപോസിബിളായ കാര്യങ്ങൾ പോസിബിളാക്കി മാറ്റാൻ സാധിക്കുന്നു. ഏത് സയൻസാണ് കൂട്ടുപിടിക്കേണ്ടത്? ഏതാണ് ആവശ്യം? ഇന്നൊരുപാട് സയൻസ് ഉണ്ട്. ചിലർ പറയും നിങ്ങളുടെ പേര് മാറ്റൂ, ഈ നിറത്തിലുള്ള ഡ്രസ്സ് ധരിക്കൂ, ഈ ഒരു മോതിരം ധരിക്കൂ. അവർ പറയുന്നത് ശരിയാണ്. എന്നാൽ ഇത് മാറ്റിയും ധരിച്ചും ചെയ്തിട്ട് പോലും വീണ്ടും ദേഷ്യം വരുന്നു, വീണ്ടും പഴയതുപോലെ ആകുന്നു. നമുക്കപ്പോൾ വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകാം. അതല്ലെങ്കിൽ മനസ്സിനെ ശരിയാക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വന്നിട്ടുണ്ടോ? എന്തു വേണമെങ്കിലും ആകാം. സംസ്കാരങ്ങളാകാം, ഹെൽത്ത് ആകാം, ബിസിനസ് ആകാം, റിലേഷൻഷിപ്പ് ആകാം. മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ പോലും സ്വന്തം മനസ്സിന്റെ ശക്തി ഉപയോഗിക്കാം. കുട്ടി പഠിക്കുന്നില്ലെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ അവന് പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ എന്താകും? കുറയും. അപ്പോൾ ഇനി തൊട്ട് എന്താണ് പറഞ്ഞു തുടങ്ങേണ്ടത്? എന്താണ് പറയുക? അവർക്ക് പരീക്ഷ വരുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി എന്ത് സങ്കല്പമാണ് നിങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങേണ്ടത്? ഇത് ഓർമ്മ വെക്കണം. എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഓൾറെഡി നടന്നതുപോലെ തന്നെ ചിന്തിക്കണം. നടന്നു കഴിഞ്ഞു എന്നാണ് ചിന്തിക്കേണ്ടത്, നടക്കും എന്നല്ല. നന്നായി പഠിക്കണം എന്നല്ല പറയേണ്ടത്, അത് ഭാവിയിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് പറയേണ്ടത്. എന്താണോ നിങ്ങളുടെ മുന്നിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അത് നടന്നു കഴിഞ്ഞു എന്ന ചിന്തയാണ് കൊണ്ടുവരേണ്ടത്.
ഓക്കെ, ഇനി പറയൂ, പഠിക്കുന്നില്ലെങ്കിൽ എന്ത് സങ്കല്പം കൊണ്ടുവരും? ഇവിടുന്ന് സങ്കല്പിച്ചാൽ വീട്ടിലിരിക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് ഇതെത്തിച്ചേരും. നന്നായി പഠിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഹൈ ആയിട്ട് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ചോയ്സാണ്. അതിനൊരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനാകും. അവൻ നന്നായി പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ലെവൽ, യാ, വളരെ നന്നായി പഠിക്കുന്നുണ്ട്. ക്ലാസ് ഫസ്റ്റ് ആയി കഴിഞ്ഞു. ഫസ്റ്റ് ആവുമെന്നല്ല, ആയിക്കഴിഞ്ഞു. ഈ കഴിഞ്ഞ വർഷം, അല്ല, കോവിഡിന്റെ ടൈമിൽ ആളുകളുടെ മാനസികാവസ്ഥയിൽ കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പരീക്ഷാകാലത്ത് അന്തരീക്ഷം മോശം, ഭയം, ചിന്തകൾ, സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, ഒരു അനിശ്ചിതാവസ്ഥയായിരുന്നില്ലേ? ഒരു ഫാമിലി എന്നെ വിളിച്ചു. അവരുടെ മകൻ മെഡിക്കൽ എൻട്രൻസ് എക്സാം എഴുതാൻ പോവുകയാണ്. വളരെ മിടുക്കനായ കുട്ടിയാണ്, വളരെ നന്നായി പഠിക്കും. പക്ഷെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അവൻ ആകെ ഒരു ഭയമുണ്ടാകാൻ തുടങ്ങി. എനിക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല, ഞാൻ പാസ്സാവില്ല, നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ്. ചിലപ്പോൾ ചിന്തകൾ നമ്മുടെ മാത്രമായിരിക്കണമെന്നില്ല. അന്തരീക്ഷത്തിൽ അന്ന് അങ്ങനെയുള്ള ചിന്തകളാണ് വ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ആ കുട്ടി പരീക്ഷയ്ക്ക് മുൻപായി വളരെ വിഷമത്തിലായി. അവന് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന അവസ്ഥയിലായി. അവരുടെ കുടുംബത്തിൽ എല്ലാവരും ഡോക്ടേഴ്സാണ്. ഡോക്ടേഴ്സ് ജനറേഷനാണ്. അമ്മ, അച്ഛൻ, മുത്തശ്ശൻ, സ്വന്തമായി ഹോസ്പിറ്റലുണ്ട്. അവർക്കിത് ഓക്കെ ആയിരുന്നില്ല. അവർ പറഞ്ഞു, കുട്ടി വളരെ കേപ്പബിൾ ആണ്, പക്ഷേ ഈ സമയത്ത് അവൻ കൺഫ്യൂഷനിലാണ്. ഒരിക്കൽ ഓൺലൈനിലായി കുട്ടിയെ കണ്ട് സംസാരിച്ചു. കുറച്ച് സങ്കല്പങ്ങൾ എഴുതിയെടുത്തു. ഞാൻ ശക്തിശാലി ആത്മാവാണ്. ഞാൻ എൻ്റെ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ പഠിക്കുന്നുണ്ട്. എൻ്റെ ഏകാഗ്രത വളരെ ഉയർന്നതാണ്. എനിക്കൊന്നിനെയും ഭയമില്ല. ഏറ്റവും അവസാനമായി അവൻ്റെ കപ്പാസിറ്റിയിൽ അവൻ ഏതൊരു റാങ്കാണോ കിട്ടുമെന്ന് വിചാരിക്കുന്നത് അതും എഴുതാൻ പറഞ്ഞു. ഏകദേശം 750 എന്നൊരു സ്കോറായിരുന്നു. ഞങ്ങൾ 760 എന്ന് എഴുതാൻ പറഞ്ഞു. കാരണം മനസ്സിൻ്റെ ശക്തി ഏകദേശം ഒരു 10 മാർക്ക് നമുക്ക് കൂട്ടും. അങ്ങനെ സ്കോർ എഴുതി. അതിനുശേഷം അവൻ ഏത് കോളേജിൽ ചേർന്ന് പഠിക്കാനാണോ ആഗ്രഹിക്കുന്നത് അതും എഴുതാൻ പറഞ്ഞു. പക്ഷേ ഇത്ര മാർക്ക് കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നല്ല എഴുതേണ്ടത്. ഇത്ര മാർക്ക് കിട്ടും എന്നുമല്ല. എന്താണ് എഴുതേണ്ടത്? ഇത്ര മാർക്ക് കിട്ടും എന്നല്ല, ഇത്ര മാർക്ക് വേണം എന്നല്ല, എനിക്ക് ഇത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞു, ഒപ്പം ഞാൻ ഏത് കോളേജാണോ ആഗ്രഹിച്ചത് അവിടെ അഡ്മിഷൻ എടുത്തും കഴിഞ്ഞു. അവനൊരു മാസം ഈ ചിന്തകളെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് റിപ്പീറ്റ് ചെയ്ത് മനസ്സ് ബെറ്ററാകാൻ തുടങ്ങി. മനസ്സിൻ്റെ സ്ഥിതിയാണ് ബെറ്ററാകുന്നത്. നമ്മൾ ദിവസവും ശരിയായ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ നിന്നും ആങ്സൈറ്റി, ഭയം ഒക്കെ ഇല്ലാതാകാൻ തുടങ്ങും. എന്നാൽ പരീക്ഷയ്ക്ക് ഒരു ദിവസം മുൻപ് അവന് വല്ലാതൊരു ചുമ വന്നു, വളരെ കടുത്തൊരു ചുമ. മാത്രമല്ല അവൻ്റെ ആരോഗ്യവും കുറച്ച് മോശമായി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയധികം നന്നായി തയ്യാറെടുത്തു, അതെല്ലാം ഈ ഒരു ചുമ കാരണമാകെ ഇല്ലാതാകുന്നു. ഈ ചുമയും വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ പരീക്ഷ നന്നായി എഴുതും? വീണ്ടും ഞങ്ങൾ ഓൺലൈനിൽ കണ്ടു. ഓൾറെഡി ചുമയ്ക്കുള്ള മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ടൊന്നും ആരുടെയും ചുമ മാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു, എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് തോന്നില്ല. ഞാൻ പറഞ്ഞു, വളരെ ശക്തിശാലിയായൊരു തോട്ട് ക്രിയേറ്റ് ചെയ്യണം. പരീക്ഷ നടക്കുന്ന ആ 3 മണിക്കൂറിൽ ചുമ വരില്ല, ഞാൻ ചുമക്കില്ല. 3 മണിക്കൂർ എൻ്റെ ശരീരം വളരെ പെർഫെക്റ്റ് ആണ്, നിരോഗിയാണ്. അവൻ പറഞ്ഞു, ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഇതെങ്ങനെ സാധിക്കും? ഞാൻ പറഞ്ഞു, ഇതൊന്ന് ചെയ്തു നോക്കാം. നമ്മുടെ പക്കൽ വേറെ ചോയ്സ് ഇല്ല. നാളെ പരീക്ഷയുമാണ്. ഇതൊന്ന് ചെയ്തു നോക്കൂ, എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ശരീരം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ അതേക്കുറിച്ച് തന്നെ ആകാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഫലം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒരുപോലെ ഉണ്ടാകാൻ തുടങ്ങും. ഞാൻ ഒരുപാട് ചുമയ്ക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു തവണ വന്നിരുന്ന ചുമ 10 തവണയായി വർദ്ധിക്കും. ചുമ ഓട്ടോമാറ്റിക്കായി വർദ്ധിക്കും. എന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റായി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ബോഡി അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. കാരണം നമ്മുടെ ഓരോ ചിന്തകളും ആദ്യം എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലാണ്. നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും അടുത്ത് ആരാണുള്ളത്? നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും അടുത്ത് നമ്മുടെ ശരീരമാണുള്ളത്. അസുഖങ്ങൾ ഇത്രയും വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? മനസ്സ് ശരിയായ രീതിയിലല്ല ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടേഴ്സ് ഇതിന് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയും. ഡോക്ടേഴ്സ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയും. അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഭക്ഷണം, ഉറക്കം, യോഗ, പ്രാണായാമം എല്ലാം ചേഞ്ച് ആക്കാൻ തുടങ്ങും.
എന്നാൽ അതേസമയം നമ്മൾ നമ്മുടെ ചിന്തകളെ ചേഞ്ച് ചെയ്യാൻ ഒട്ടും ശ്രമിക്കാറില്ല. നമ്മുടെ മനസ്സിലാണ് ലൈഫുള്ളത്. ആത്മാവിനെയാണ് നമ്മൾ ലൈഫ്, ജീവൻ എന്ന് പറയുന്നത്. ആത്മാവ് ഈ ശരീരം വിടുമ്പോൾ ശരീരം ഡെഡ് ബോഡിയായി മാറുന്നു. ലൈഫ് സ്റ്റൈലിനെ ചേഞ്ച് ചെയ്യുക എന്നാൽ ചിന്തിക്കുന്ന രീതിയെ ചേഞ്ച് ചെയ്യുക. ആ കുട്ടിയും ഇതുതന്നെ ചെയ്തു. ഒരു ദിവസം മാത്രമാണ് പരീക്ഷയ്ക്ക് ബാക്കിയുണ്ടായിരുന്നത്. പരീക്ഷയുടെ ആ 3 മണിക്കൂർ യാതൊരു തടസ്സങ്ങളുമില്ലാതെ അവൻ പരീക്ഷ എഴുതി. പരീക്ഷ എങ്ങനെ എഴുതിയെന്നും ഞാൻ അറിഞ്ഞില്ല. പരീക്ഷ കഴിഞ്ഞ് പിറ്റേന്ന് അവൻ എന്നെ വിളിച്ചു. പരീക്ഷയ്ക്കിടയിൽ ഒരു തവണ പോലും ചുമ വന്നില്ല എന്നാണ് അവൻ പറഞ്ഞത്. ഒരു തവണ പോലും. അതിനുശേഷം അവൻ ചുമയ്ക്കാൻ തുടങ്ങി. പക്ഷേ പരീക്ഷയ്ക്കിടയിൽ ഒരിക്കൽ പോലും അവന് ചുമ വന്നില്ല. നോക്കൂ, നമ്മൾ ജീവിതത്തിൽ സ്വന്തം അനുഭവങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷെ നമുക്ക് ചുറ്റുമുള്ളവരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ ശരീരത്തിന് മേലെയും മനസ്സിന് മേലെയും സാഹചര്യങ്ങൾക്ക് മേലെയും വിജയം കൈവരിക്കുക എന്നത് വളരെ എളുപ്പമാണെന്ന് നമുക്ക് മനസ്സിലാകും. ആ കുട്ടിയുടെ റിസൾട്ട് വന്നു. 760 എന്നാണ് അവൻ്റെ മാർക്ക് എഴുതിയിരുന്നത്. അവന് 759 മാർക്സ് ലഭിച്ചു. അവൻ്റെ ക്യാപ്പബിലിറ്റി 750 ആയിരുന്നു. ഇതെല്ലാം എങ്ങനെ സാധ്യമായി? പരീക്ഷ നന്നായി എഴുതി, നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിനുള്ള കപ്പാസിറ്റിയും ഉണ്ടായിരുന്നു. ശരിയാണ്. പക്ഷേ അവന് ആകെ ടെൻഷനും ഭയം ചിന്തകളുമൊക്കെയായി ഇരുന്നിരുന്ന ആ ഒരു മാസം അതിന് വിപരീതമായി സൃഷ്ടിക്കപ്പെട്ട ആ അഫർമേറ്റീവായ ചിന്തകൾ ഏറ്റവും ആദ്യം സാന്ത്വനപ്പെടുത്തിയത് മനസ്സിനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കുട്ടിക്കാലം മുതൽക്കേ മനസ്സിനെ ജയിച്ചവൻ ലോകത്തെ ജയിച്ചവൻ എന്ന് കേട്ടിട്ടുള്ളത്. എന്നാൽ ലോകത്ത് നിങ്ങൾക്ക് എന്തൊരു കാര്യത്തിന് മേലെയും വിജയം കൈവരിക്കണമെങ്കിൽ അതിന് ആദ്യം മനസ്സിൻ്റെ മേൽ വിജയം കൈവരിക്കണം. നമ്മൾ ധാരാളം കാര്യങ്ങളിൽ പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ ധാരാളം വേസ്റ്റായ തോട്ട്സും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പഠിക്കുന്നുണ്ട്, പക്ഷെ എന്താവുമെന്നറിയില്ല. കഴിഞ്ഞ തവണയും ഞാൻ പഠിച്ചിരുന്നു, പക്ഷെ എനിക്ക് നല്ല മാർക്ക് കിട്ടിയില്ല. ഇതെങ്ങനെ പോവുകയാണെങ്കിൽ എൻ്റെ ഭാവി എന്താവും? ഇന്നത്തെ കാലത്ത് ഇത്ര ചെറിയ മാർക്ക്. ഇങ്ങനെയുള്ള ചിന്തകൾ നീണ്ടു പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വേസ്റ്റ് തോട്ട്സ് കാരണം നമ്മുടെ മാർക്കുകൾ നമ്മുടെ കപ്പാസിറ്റിയേക്കാൾ വളരെ കുറയാനും തുടങ്ങുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി എങ്ങനെയുള്ള ചിന്തകളാണ് സൃഷ്ടിക്കുക? പറയൂ. കുട്ടികൾ പഠിച്ചോ ഇല്ലയോ എന്ന് നോക്കണ്ട. അവരെക്കുറിച്ചും അവരുടെ മാർക്കിനെക്കുറിച്ചും അവരെക്കാൾ കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങളാണ്. എന്താണ് പറയുക? പറയൂ. അവൻ ഇത്ര നന്നായി പഠിക്കുന്നുണ്ട്, കുറച്ചുനേരം പഠിക്കാതിരിക്കാൻ പറയേണ്ടി വരികയാണ്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുക എന്നാൽ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിൽ ഫിൽട്ടർ ഇല്ല. നമ്മൾ ഇവിടെ എന്താണ് ചിന്തിക്കുന്നത് അത് വൈബ്രേഷനായി പുറത്തേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കുന്നു എന്ന് മാത്രം ചിന്തിക്കേണ്ട കാര്യമില്ല. വളരെ നന്നായി പഠിക്കുന്നുണ്ട്, പഠിത്തമല്ലാതെ മറ്റൊന്നും ചെയ്യുന്നില്ല. പറയാൻ കഴിയുമോ? ആർക്കെല്ലാം പറയാൻ കഴിയും? ഒരു നുണയാണ് പറയുന്നത്. ജീവിതം മുഴുവൻ നമ്മൾ നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഫ്ലൈറ്റ് ലേറ്റാവും. ആദ്യം ഫ്ലൈറ്റിനായിരുന്നു പ്രശ്നം, പിന്നെ ക്ലൈമറ്റ് പ്രശ്നമായി. ഒരു ഫ്ലൈറ്റും കൃത്യസമയത്ത് പോകുന്നില്ല, എല്ലാം ലേറ്റാണ്. കാണുന്നവരെല്ലാവരും എന്നോട് ഇത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെതർ പ്രഡിക്ഷൻസ് നോക്കിയപ്പോൾ അതിലും രാവിലെ ഭയങ്കര ഫോഗായിരിക്കും എന്നാണ് എഴുതിയിരുന്നത്. ഇതിനായി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഒന്നും ചെയ്യേണ്ട, ഒറ്റ സങ്കല്പം ക്രിയേറ്റ് ചെയ്യണം. ഞാൻ സമയത്തിന് മുൻപ് എത്തിച്ചേർന്നു. ലേറ്റാവും എന്ന് എത്രയധികം എല്ലാവരും പറയുന്നു, അത്രയധികം തന്നെ നിങ്ങൾ സമയത്തിന് മുൻപ് എത്തിച്ചേർന്നു എന്ന സങ്കല്പവും ക്രിയേറ്റ് ചെയ്ത് നോക്കൂ. ഫ്ലൈറ്റ് പോയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയണ്ട, ഞാൻ ചിന്തിച്ചില്ല. എൻ്റെ 2 ദിവസം സമാധാനപരമായി പോകണം, അതുകൊണ്ട് ഫ്ലൈറ്റ് ബിഫോർ ടൈം ആണെന്ന് സങ്കല്പം സൃഷ്ടിക്കാൻ തുടങ്ങി. ചുറ്റുമുള്ളവർ എന്തു തന്നെ വേണമെങ്കിലും ഡിസ്കസ് ചെയ്തോട്ടെ, നിങ്ങളത് ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ ഡിസ്കസ് ചെയ്യരുത്. കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. പക്ഷെ കാര്യം നടക്കുന്നതിന് മുൻപായി നമ്മൾ എത്രയധികം ശക്തികളാണ് അനാവശ്യമായ ചിന്തകൾ സൃഷ്ടിച്ചുകൊണ്ട് വേസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ചേഞ്ച് ചെയ്യണം. നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ആദ്യം മനസ്സ് സുസ്ഥിരമായി സ്റ്റേബിളായി നിൽക്കാൻ തുടങ്ങും. ഒപ്പം മനസ്സിൽ നിന്ന് വരുന്ന വൈബ്രേഷൻസ് സാഹചര്യത്തെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് എന്തു തന്നെ സംഭവിച്ചാലും നിങ്ങളുടെ സങ്കല്പത്തെ ചേഞ്ച് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോസിബിളായ കാര്യങ്ങൾ പോസിബിളാക്കി മാറ്റാൻ കഴിയും. വളരെ വലിയ ഇമ്പോസിബിളായ കാര്യങ്ങൾ പോസിബിളായി മാറാൻ തുടങ്ങും. പ്രകൃതി പോലും അനുകൂലമായി മാറും.